ഷബ്ന സിയാദ് തുടരുന്നുണ്ട്. ഷബ്ന, ഇത് തന്നെയാണ് കുടുംബത്തിന്റെ നിലപാട്. മഞ്ജുഷയുടെ അഭിഭാഷകനുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് തുടർ നടപടി ഈ വിഷയത്തിൽ? ലക്ഷ്മി, ഒരു പക്ഷേ ഇനി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം സിംഗിൾ ബെഞ്ച് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിലെത്തിയപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുമായി ഭാര്യ മഞ്ജുഷ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ അത്തരം ഒരു നീക്കം നടത്താനാണ് സാധ്യത. ഈ കേസുമായി ബന്ധപ്പെട്ട് ജനുവരി 6-നാണ് സിംഗിൾ ബെഞ്ച് ഇത്തരത്തിൽ ഈ CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിലെത്തിയത്, അല്ലെങ്കിൽ അന്ന് വിധി പറഞ്ഞത്. അന്ന് സിംഗിൾ ബെഞ്ച് ഉന്നയിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കണം, പക്ഷപാതപരമായ അന്വേഷണം നടത്തരുത്. ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഇതിന്റെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്ന വേളയിൽ അത് പരിശോധിക്കണം. കൃത്യമായൊരു മോണിറ്ററിംഗ് വേണം. ഈ കുടുംബത്തിന്റെ എല്ലാ വികാരങ്ങളെയും മാനിച്ചു വേണം അന്വേഷണം നടത്താൻ. പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ കൃത്യമായി പ്രതി ചേർക്കേണ്ടവരെ പ്രതി ചേർത്തും തെളിവുകൾ ശേഖരിച്ചും വേണം അന്വേഷണം നടത്താൻ. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ ആ രീതിയിലുള്ള ഒരു അപാകത കാണുന്നില്ല. അതുകൊണ്ട് തന്നെ CBI വേണ്ട എന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഭാര്യ മഞ്ജുഷ ആരോപിച്ചിരുന്നത് അത്തരത്തിൽ CBI വേണ്ട എന്ന സിംഗിൾ ബെഞ്ചിന്റെ നിലപാട് ശരിയല്ല. കാരണം ഇത് ആത്മഹത്യ ആണ് എന്ന് പോലീസ് ആദ്യം തന്നെ കൃത്യമായി രേഖപ്പെടുത്തി. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുൻപേ തന്നെ ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലെത്തി. അതോടൊപ്പം തന്നെ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ കണ്ട കറയുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോയില്ല. പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി തങ്ങൾ കുടുംബക്കാർ എത്തുന്നതിന് മുൻപേ തന്നെ ആ രീതിയിൽ എത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില സംശയങ്ങളുണ്ട്. വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് പ്രതി. ഈ പ്രതി ഇത്തരത്തിൽ സ്വാധീനമുള്ള വ്യക്തിയായിരിക്കെ ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണമെങ്കിൽ CBI തന്നെ വേണം. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കണം എന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. ഈ കേസിന്റെ വാദത്തിനിടെ ഉണ്ടായ മറ്റൊരു സംഭവം, ഈ കേസിൽ ആദ്യം ഹാജരായത് സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശ്രീകുമാർ ആയിരുന്നു. അദ്ദേഹം കോടതിയിൽ നിലപാട് സ്വീകരിച്ചത് ഇതിൽ ക്രൈം CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജി ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.